ഇങ്ങനെ നിങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, നിങ്ങൾ ഇതുവരെയ്ക്കും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്ക് അപ്രാപ്യം എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇതുമൂലം വന്നു ചേരുകയും ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ ജീവിതത്തിൽ ഞാനിത് പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ ആചാര്യനായാലും ഡോക്ടർക്കായാലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്രസിഡന്റിനായാലും വന്നുകൂടും. ജീവിത വിജയം എന്ന് പറയുന്നത് അവരുടെ പദവികളിലോ അവരുടെ പണത്തിലോ ഒതുങ്ങുന്നതൊന്നുമല്ല. അവരുടെ മനസ്സിലെ സംഘർഷത്തെ അതിജീവിക്കുന്നതും അവരുടെ ചുറ്റുപാടുമുള്ള വിഷമങ്ങളെ അതിജീവിക്കുന്നതൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അതിന് ഈ പ്രപഞ്ചത്തിന്റെ ശക്തി ഏവർക്കും അത്യാവശ്യമാണ്. അതിനെ മറന്നിട്ട് നമ്മൾ പ്രശസ്തിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിലൊരു പ്രസക്തി ഇല്ലെന്നാണ് പറയേണ്ടത്. കാര്യം ഇവിടെയെല്ലാം ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന ആ ഈശ്വര പുണ്യത്തെ നമ്മൾ കണ്ടറിഞ്ഞേ പറ്റുള്ളൂ. ബ്രഹ്മമുഹൂർത്ത സമയത്ത് അത് ആവോളം നമ്മിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ബ്രഹ്മമുഹൂർത്ത സമയത്തിൻ്റെ പ്രാധാന്യവും ആ സമയത്ത് വിളക്ക് തെളിയിച്ചു വെച്ച് പ്രാർത്ഥിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചും നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേർ ഇത് ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പുരോഗതികൾ ഇതുമൂലം അവർക്ക് വന്നു ചേർന്നിട്ടുമുണ്ട്. എന്നാൽ കുറഞ്ഞ പക്ഷം ചിലർക്ക് ചില പരാതികളുണ്ട്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഞങ്ങൾ വിളക്ക് വെച്ച് തൊഴുതു. പല ഗുരുക്കന്മാർ പറഞ്ഞിട്ടും പല യൂട്യൂബ് ചാനലുകളിലെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്രകാരം ചെയ്തത്. പക്ഷേ കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് അപ്പോഴുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പ്രാർത്ഥിച്ചു, കുറെ മന്ത്രങ്ങൾ ജപിച്ചു. ഇങ്ങനെ അഴകുഴമ്പം മട്ടിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർ പറയാറുള്ളത്. അപ്പോൾ ചോദിക്കും, അല്ല ഇത് നിങ്ങൾ സാധാരണ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോഴും ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം നിങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്? അതെ, ഇതൊക്കെ തന്നെയാണ് പറയാറുള്ളത്. ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് ശരിയാമണ്ണം എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതിനുള്ള അതിനുള്ള അറിവ് നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അത് ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും അറിയില്ല എന്നുള്ള മട്ടിലാണ് കാണപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ തന്നെ അതിവിശിഷ്ടമായിട്ടുള്ള മുഹൂർത്തത്തിൽ ഒന്നാണ്. ഈ മുഹൂർത്ത സമയം പൊതുവിൽ നമുക്കൊരു 4:30 മുതൽ 5:20 വരെയുള്ള ഒരു കാലഘട്ടത്തെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം പുലർച്ചെ സമയത്ത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടായി വന്നേക്കാം. എങ്കിലും അതിരാവിലെ എന്ന് നമ്മൾ പറയുന്നൊരു സമയമുണ്ടല്ലോ, ഒരു 5:30-ക്കുള്ളിലുള്ളൊരു സമയം, ഇങ്ങനെ കിഴക്ക് വെള്ള കീറി തുടങ്ങുന്നതിന് മുമ്പുള്ള സമയം. ആ സമയത്ത് നമ്മൾ കൃത്യമായ രീതിയിൽ പ്രാർത്ഥന നടത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാര്യം ആ മുഹൂർത്തം സമ്മാനിക്കുന്ന പ്രസരിപ്പ് അത്രത്തോളം വലുതാണ്. എന്നാൽ പലരും തങ്ങളുടെ ജോലി ഭാരമൊക്കെ കഴിഞ്ഞ് TV ഒക്കെ കണ്ട് കിടന്ന് ഉറങ്ങുന്നത് ചിലപ്പോൾ രാത്രി 1 മണിക്കോ 2 മണിക്കോ ഒക്കെ ആയിരിക്കും. പക്ഷെ ആ സമയത്ത് കിടന്നുറങ്ങിയിട്ട് 4:30-ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. ഇവരൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവർ ഉറക്കത്തിലേക്കായിരിക്കും പോകുന്നത്. മാത്രമല്ല ആ ദിവസം മുന്നോട്ട് പോകുന്തോറും ഇവർക്ക് ക്ഷീണം വരും, കോട്ടുവായ വരും, ഒരു കാര്യത്തിൽ ഉത്സാഹമില്ലാത്തൊരു അവസ്ഥ കാണും. അതുകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളൊരു ശീലത്തിലേക്ക് മാറുമ്പോൾ നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങേണ്ടതുണ്ട്. അതായത് മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഒരു മനുഷ്യന് ഉറക്കം വേണം. പണ്ട് 6 മണിക്കൂർ മതി എന്നൊക്കെ പറഞ്ഞ് പോരാ, 7 മുതൽ ഒരു 9 മണിക്കൂർ ശരാശരി ഉറക്കം ഒരാൾക്ക് വേണം. എങ്കിൽ മാത്രമേ ഹെൽത്ത് ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഹെൽത്ത് ക്ലിയർ ആയിട്ട് നിന്നാൽ മാത്രമേ മൈൻഡ് ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഈ ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് തന്നെ ആ മനസ്സും ശരീരവും തമ്മിലുള്ള ഏകീകരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ശരീരത്തിനെയോ മനസ്സിനെയോ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങണം. എന്നിട്ട് രാവിലെ മിനിമം ഒരു 4:30 മുതൽ 5:30-ക്കുള്ളിൽ എഴുന്നേറ്റ് ശുചിയായിട്ട് വന്ന് പ്രാർത്ഥനകൾ നടത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു 15 കാര്യങ്ങൾ പറഞ്ഞു തരാണ്, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള 15 കാര്യങ്ങൾ. അത് കൃത്യാവണ്ണം നിങ്ങൾ നിർവഹിച്ചു പോയാൽ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയ്ക്കും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ കൈവരുന്നതാണ്. ഇത്രയും നാളെ നിങ്ങൾ പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തി, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതിയും വന്നില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞു തരുന്ന 15 കാര്യങ്ങളെ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് തന്നെ നിങ്ങളെ സംരക്ഷിക്കുന്ന ആ ഊർജം ഒഴുകി വരിക തന്നെ ചെയ്യും. എല്ലാവർക്കും ഒരേ ദിക്കിൽ നിന്നല്ല പ്രാപഞ്ചികമായ ഊർജം ലഭിക്കുക എന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ ഏത് കോണിലാണ് നിങ്ങളുടെ ജീവനാഠ്യവുമായിട്ടുള്ള ബന്ധം കൂടുതൽ, ആ ഭാഗത്ത് നിന്ന് ആ പ്രകൃതി ആരാധനയുടെ ഭാഗമായിട്ടുള്ള
ആ സമയത്തിൻ്റെ ആ പ്രസന്നമായ ആ ഒരു അവസ്ഥയുടെ പ്രതിഫലനമായിട്ട് നിങ്ങളിലേക്ക് ഒരുപാട് ഊർജങ്ങൾ വന്നു നിറയുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പൂർണ്ണമായിട്ട് ഇത് കാണുക. ജീവിതത്തെ വളരെയധികം മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ് എന്ന് കരുതി തന്നെ ഈ വീഡിയോ കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ചാനലിൽ ജോയിൻ ചെയ്യുക. ആ പുലർച്ചെയുടെ സമയത്ത് പലരും പറയാറുള്ളത്, ഞങ്ങൾ വിളക്ക് തെളിയിക്കാൻ മടിച്ചു നിൽക്കുന്നത് എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില അസ്വസ്ഥതകളുണ്ട്, ഇവിടുത്തെ ക്ലൈമറ്റ് കൊള്ളില്ല കുളിക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് രാവിലെ വിളക്ക് തെളിയിക്കാൻ മടിച്ചിട്ട് പലരും ബ്രഹ്മമുഹൂർത്തത്തിനുള്ള ഈ പ്രാർത്ഥന ഒഴിവാക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വിളക്ക് വയ്ക്കുന്നവർക്കും വിളക്ക് വയ്ക്കാത്തവർക്കും ഇനി കുളിക്കാൻ ഏതെങ്കിലും തരത്തിൽ കഴിയാത്തവർക്ക് കയ്യും കാലും മുഖവും ഒന്ന് കഴുകിയിട്ട് നമുക്ക് ജപിക്കാവുന്ന കാര്യമാണ്. അപ്പം ഇതിനായിട്ട് നമുക്ക് വീട്ടിനകത്ത് ഒരു ഹാളോ മറ്റോ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരിടം ഉണ്ടെങ്കിൽ അവിടെ തിരഞ്ഞെടുക്കാം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വയ്ക്കുന്നവർക്ക് ആ വിളക്കിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇനി ചിലർക്ക് പുറത്തേക്ക് വന്ന് ഗാർഡനിലോ മട്ടുപ്പാവിലോ ടെറസിലോ ചെന്നിരുന്നൊക്കെ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗാർഡനിലൊക്കെ പോകുമ്പോൾ പുലർച്ചെ സൂക്ഷിക്കണം. ഇഴജന്തുക്കളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ജാഗ്രത കൊടുക്കേണ്ടതാണ്. മട്ടുപ്പാവിൽ നമ്മുടെ ടെറസിലൊക്കെ ചെന്നിരുന്ന് ധ്യാനിക്കാനുള്ളവർക്ക് അത് വളരെ നല്ലതായിരിക്കും. ആ സമയത്ത് നല്ല ഒരു അവസ്ഥയാണ്, അന്തരീക്ഷത്തിന് ഭയങ്കര രസമാണ്. മഴയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ, അധികം മഞ്ഞില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ആ പ്രകൃതിയെ നമ്മൾ നേരിട്ട് അറിയുന്നതാണ്. ഇത് കിഴക്കോട്ട് നോക്കിയിരുന്ന് ജപിക്കുമ്പോൾ കിട്ടുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു തഴപ്പായയോ അല്ലെങ്കിൽ ഒരു വിരി ഏതെങ്കിലും ഒന്ന് വിരിച്ച് ഇട്ടിട്ട് അതിന്മേൽ ചമ്രം പടിഞ്ഞിരിക്കുക. പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നവർക്ക് പത്മാസനത്തിൽ ഇരിക്കാം. സുഖാസനത്തിൽ സാധാരണ ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ എങ്ങനെയായാലും ശരി 10-15 മിനിറ്റ് നമുക്ക് അങ്ങനെ ഇരുന്ന് ജപിക്കാൻ തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ജപിക്കുന്നതിന് മുമ്പ് ശരീരം പൂർണ്ണമായിട്ട് നമ്മൾ ഈ പ്രപഞ്ചമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. അതിനായിട്ട് കണ്ണുകൾ അടച്ച് പിടിച്ചിട്ട് ശ്വാസം വലിച്ചെടുക്കണം. ഓം എന്നൊന്ന് ജപിക്കണം, പുറത്തേക്ക് വിടണം. അങ്ങനെ 7 വട്ടം ചെയ്യണം. ശ്വാസം വലിച്ചെടുത്തു, ഓം എന്ന് പറഞ്ഞു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഈ ഓം എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റിയുടെ ഭാഗമല്ലേ, 2 പുരികത്തിൻ്റെ നടുവിൽ, അവിടെ ഒരു ഓം ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട്, സ്വർണ്ണ ലിപികളിലുള്ള ഓം തെളിഞ്ഞു വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. ഇത് ശരിക്കും പറഞ്ഞൊരു കീ ആണ്. ഈ ബ്രഹ്മം, അതിബ്രഹ്മം എന്ന് പറയുന്ന ഈ സമയത്തെ ആ പ്രാപഞ്ചിക ഊർജം നമ്മളിലേക്ക് പ്രസരിക്കാൻ കൊടുക്കുന്ന ഒരു താക്കോലാണ് ഈ ഓങ്കാരം കൊണ്ടുള്ള, നമ്മുടെ ആജ്ഞാചക്രം കൊണ്ട് നമ്മളൊരു പാസ്വേഡ് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കണം. അതാണ് ഈ ഓങ്കാരം എന്ന് പറയുന്നത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉണർവിനെ വളരെയധികം സ്വാധീനിക്കും. നമ്മുടെ ശരീരം പൂർണ്ണമായിട്ട് ഈ പ്രാപഞ്ചിക തത്വത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകും. അങ്ങനെ 7 വട്ടം ഓങ്കാരം ജപിച്ചതിന് ശേഷം, ഇനി ചിലപ്പോൾ ചിലർക്ക് ഈ സമയത്ത് ഭസ്ത്രിക, കപാലഭാതി തുടങ്ങിയ യോഗക്രിയകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്രകാരം ചെയ്യുന്നവർക്ക് അതാകാം. ഞാൻ പറയുന്നത് ഈ സമയത്ത് ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് ആ പ്രാപഞ്ചികമായ ഊർജത്തെ നേടിയെടുക്കുക. ഈ കൈകൾ ചിന്മുദ്ര പിടിച്ച് 2 തുടകളുടെ ഭാഗത്തേക്ക് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2 മുട്ടുകളുടെ മുകളിലായിട്ടും നമുക്കിത് വയ്ക്കാം. ഇല്ലെങ്കിൽ തൊഴുത് പിടിക്കാം. ഇത് പറ്റാത്തവർക്ക് തൊഴുത് പിടിച്ച് ജപിക്കാം. അപ്പോൾ ജപിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സ് നല്ല ശുദ്ധമാക്കി നിർത്തണം. നമ്മളിപ്പോൾ ഒരു രാത്രി പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് രാവിലെ പ്രാർത്ഥന നടത്തേണ്ടതെന്ന് പറയും. അതായത് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്ത് നമ്മൾ അന്നത്തെ ദിവസത്തെ സുഖദുഃഖ കാര്യങ്ങളെല്ലാം ദൈവത്തിനടുത്ത് തുറന്നങ്ങ് പറയണം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി, എനിക്ക് ഇന്ന സങ്കടങ്ങളുണ്ടായി, എല്ലാം ദൈവത്തെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് തന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഗുണങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പോവേണ്ടത്. അത് ഗ്രാറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെടുത്തിയ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി വേണമെന്ന് ആവശ്യമുള്ളവരെ ഇതിൻ്റെ കീഴെ പറഞ്ഞാൽ മതി, ഒന്നുകൂടി ഞാൻ അത്തരം വീഡിയോ ചെയ്യാം. അപ്പോൾ അത് ചെയ്തിട്ടാണ് രാവിലെ നമ്മൾ പുതിയൊരു ദിവസത്തേക്ക്, കാര്യം ഒരു ഉറക്കം ഒരു മരണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പുതിയൊരു ദിവസം, കഴിഞ്ഞ ദിവസത്തെ എല്ലാ അച്ചടികളും തീർന്നു നമ്മൾ പുതിയ ഒരു ദിവസത്തേക്ക് വരികയാണ്. ആ ദിവസത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ചിലരാട്ടെ രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ചില മാനിഫെസ്റ്റേഷനൊക്കെ നടത്തും. അതിനു മുമ്പ് അന്നത്തെ തലേ ദിവസത്തെ അവരുടെ സങ്കടങ്ങളെല്ലാം
തുറന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാറുണ്ട് രാവിലെ സമയത്ത്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് അങ്ങനെ ചെയ്യരുത്. ആ ദിവസം പുതിയൊരു ദിവസമാണ്. കഴിഞ്ഞ കാലത്തിന്റെ മാറാലകൾ, നിങ്ങളെ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം കൂടെ രാവിലെ തന്നെ എടുത്ത് അവിടെ പുറത്ത് പ്രകാശിപ്പിച്ച് നിങ്ങളുടെ മനസ്സിനെ ആകെ കൂടി കലുഷിതമാക്കരുത്. അത് തലേ ദിവസം രാത്രിയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് മനസ്സിനെ സ്വസ്ഥാക്കി അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി പറഞ്ഞു അങ്ങനെയാണ് മുന്നോട്ട്. ഈ ദിവസം രാവിലെ പുതിയൊരു ചുവടുവയ്പ്പാണ്, പുതിയൊരു ലോകത്തേക്കാണ്. കഴിഞ്ഞ ദിവസമല്ല, ഇന്നത്തെ ദിവസം പുതിയതാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ പുതിയതാണ്. നമ്മുടെ ജീവിതം മാത്രമേ പഴയതിലേക്ക് നിന്ന് വരുന്നുള്ളൂ. ഈ ജീവിതത്തെ പുതുക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. അതുകൊണ്ട് തന്നെ പുതിയ ലക്ഷ്യത്തോടു കൂടി, പുതിയ ചിന്താ പദ്ധതിയോടുകൂടി, പുതിയ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന കണ്ണടച്ച് ഇഷ്ട ദൈവങ്ങളെ എല്ലാം നന്നായിട്ട് വന്ദിക്കണം. നിങ്ങളുടെ മനസ്സിലെ എല്ലാ ദൈവങ്ങളും വന്നിട്ട് നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെല്ലാം വന്ദിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയാം. മനസ്സിൽ നമ്മളിങ്ങനെ പറയണം. ഓരോ കാര്യവും 7 തവണയെങ്കിലും പറയണമെന്നാണ്. ഓരോ കാര്യങ്ങളും 7 തവണ പറയണം. പറയേണ്ടുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. 15 കാര്യങ്ങൾ പറഞ്ഞുതരും. ഈ 15 കാര്യങ്ങൾ നമ്മുടെ 15 വിഷയങ്ങളാണ് ജീവിതത്തിൽ നമ്മളെ തുടർ നടത്തത്തിന് ഏറ്റവും പ്രേരകമാക്കുന്ന 15 കാര്യങ്ങൾ. ഒന്നാമത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, പുതിയൊരു ദിവസം സമ്മാനിച്ചതിന് വളരെ നന്ദി. പുതിയൊരു വഴിത്താരയിലൂടെ എന്നെ നടത്താൻ അങ്ങ് എൻ്റെ കൂടെയുള്ളത് എനിക്ക് ആശ്വാസം നൽകുന്നു. ദൈവമേ, എൻ്റെ കൈപിടിച്ച് എന്നെ നല്ല വഴിത്താരയിലേക്ക് നയിക്കണമേ. ഇങ്ങനെ 7 വട്ടം പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ദൈവമേ, എൻ്റെ ശരീരവും മനസ്സും ഏറ്റവും കരുത്തുറ്റതാകട്ടെ. എനിക്ക് കൂടുതൽ കരുത്ത് നൽകണമേ. മൂന്നാമത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്, അത് മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ്. ദൈവമേ, എൻ്റെ മനസ്സ് ഇന്ന് എല്ലായ്പ്പോഴും ശാന്തമായി തന്നെ ഇരിക്കണമേ. ആദികളും വ്യാധികളും എൻ്റെ മനസ്സിനെ ബാധിക്കാതെ കാത്തുകൊള്ളണമേ. എൻ്റെ ഭയങ്ങളെ മുഴുക്കെ നീക്കി എൻ്റെ മനസ്സിനെ കരുത്തുറ്റതാക്കി മാറ്റണമേ. നാലാമത്തത് കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ദൈവമേ, എൻ്റെ കുടുംബത്തിന് ശ്രേയസ് നൽകണമേ. എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. അഞ്ചാമത്തെ കാര്യം ബുദ്ധിയും വിവേകവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവമേ, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. തെറ്റിൽ നിന്നും എന്നെ വഴിമാറ്റി നടത്തണമേ. ആറാമത്തത് പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവമേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഇന്നലെ വരെ സംഭവിച്ചു പോയ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്നെ പാകപ്പെടുത്തണമേ. ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള കഴിവും കരുത്തും എനിക്ക് നൽകണമേ. ഏഴാമത്തെ കാര്യം സത്യവും ധർമ്മവും പാലിക്കാനുള്ളതാണ്. ദൈവമേ, സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ എൻ്റെ കാലുകൾക്ക് കരുത്തേകണമേ. ധർമ്മം പാലിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ കരങ്ങൾക്ക് കരുത്ത് പകരണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. എട്ടാമത്തത് ധൈര്യത്തിന് വേണ്ടിയിട്ടാണ്. ദൈവമേ, ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ എനിക്ക് കരുത്ത് നൽകണമേ. എൻ്റെ ഭയങ്ങളെയെല്ലാം ഒഴിവാക്കി തരണമേ. ഒമ്പതാമത്തത് സമ്പത്തും സമൃദ്ധിക്കും വേണ്ടിയിട്ടുള്ളതാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ സമ്പത്തും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ പരിശ്രമങ്ങൾക്കെല്ലാം നല്ല ഫലം ലഭിക്കണമേ. പത്താമത്തത് ദൈവഭക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവമേ, എൻ്റെ ഭക്തി എന്നും മേൽമേൽ വളരട്ടെ. അങ്ങോടൊപ്പം ചേർന്നിരിക്കാൻ എൻ്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളട്ടെ. അവിടുത്തെ ഓർക്കാതെയുള്ള ഒരു പ്രവൃത്തിയും എന്നിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. 11ാമത്തെ കാര്യം ദിവസത്തിലെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. ദൈവമേ, ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വിജയപഥത്തിൽ എത്തിച്ചേരട്ടെ. എൻ്റെ കർമ്മങ്ങൾക്കെല്ലാം നല്ല ഫലം ലഭിക്കണമേ. 12ാമത്തത് ദോഷങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഭഗവാനെ, എന്നെയും എൻ്റെ കുടുംബത്തെയും സകല ദോഷങ്ങളിൽ നിന്നും കരകയറ്റണമേ. എപ്പോഴും ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകണമേ. 13ാമത്തത് സഹനശക്തിയാണ്. ദൈവമേ, എല്ലായിടത്തും സഹനശക്തിയോടുകൂടി പെരുമാറാൻ എന്നെ അനുഗ്രഹിക്കണമേ. ക്ഷമ എൻ്റെ ജീവിതത്തിൻ്റെ നട്ടെല്ലായി മാറട്ടെ. അങ്ങനെ കാത്തുകൊള്ളണമേ. 14ാമത്തത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള നമ്മുടെ താല്പര്യമാണ്. ദൈവമേ, അശരണരെ സഹായിക്കാനുള്ള മനസ്സ് എനിക്ക് എപ്പോഴും നൽകണമേ. ദീനരിൽ എനിക്ക് കാരുണ്യം ഉണ്ടാക്കി തരണമേ. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ എനിക്കെപ്പോഴും പ്രചോദനം നൽകണമേ. 15ാമത്തത് സന്തോഷവും സമാധാനവും എന്നുള്ളതാണ്. ദൈവമേ, ഈ ദിവസം മുഴുവനും സന്തോഷവും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള അവസരം എനിക്ക് നൽകണമേ. പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വഴിമാറി നടക്കാൻ
എൻ്റെ മനസ്സിന് കരുത്ത് നൽകണമേ. ഇപ്രകാരം ഓരോന്നിനെയും നമ്മൾ 7 തവണ ജപിക്കണം. ഉള്ളിൽ തട്ടി തന്നെ നമ്മളിത് ജപിക്കണം. അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു തീർക്കാൻ ഉള്ള ഒരു വ്യഗ്രതയിൽ ജപിക്കരുത്. ഇത് ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സോടെ പറഞ്ഞ് ഈ പ്രപഞ്ചത്തിനോട് പറയുക. അവിടെ നിങ്ങളുടെ ഈശ്വരൻ ആ ബ്രഹ്മസ്വരൂപമായിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആ ദിവ്യ ചൈതന്യം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതാണ്. ഇത് ഒരു പേപ്പറിലെങ്ങനെ എഴുതി വെച്ചിട്ട് നിത്യേന ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഒരാഴ്ച നിങ്ങൾ പേപ്പറിൽ നോക്കി ജപിച്ചു, പിന്നീട് നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് ഒഴിവാക്കി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇത് ജപിക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, നിങ്ങൾ ഇതുവരെയ്ക്കും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്ക് അപ്രാപ്യം എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇതുമൂലം വന്നു ചേരുകയും ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ ജീവിതത്തിൽ ഞാനിത് പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ ആചാര്യനായാലും ഡോക്ടർക്കായാലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്രസിഡന്റിനായാലും വന്നുകൂടും. ജീവിത വിജയം എന്ന് പറയുന്നത് അവരുടെ പദവികളിലോ അവരുടെ പണത്തിലോ ഒതുങ്ങുന്നതൊന്നുമല്ല. അവരുടെ മനസ്സിലെ സംഘർഷത്തെ അതിജീവിക്കുന്നതും അവരുടെ ചുറ്റുപാടുമുള്ള വിഷമങ്ങളെ അതിജീവിക്കുന്നതൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അതിന് ഈ പ്രപഞ്ചത്തിന്റെ ശക്തി ഏവർക്കും അത്യാവശ്യമാണ്. അതിനെ മറന്നിട്ട് നമ്മൾ പ്രശസ്തിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിലൊരു പ്രസക്തിയില്ല എന്നാണ് പറയേണ്ടത്. കാര്യം ഇവിടെയെല്ലാം ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന ആ ഈശ്വര പുണ്യത്തെ നമ്മൾ കണ്ടറിഞ്ഞേ പറ്റുള്ളൂ. ബ്രഹ്മമുഹൂർത്ത സമയത്ത് അത് ആവോളം നമ്മിലേക്ക് ഒഴുകി എത്തുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട ഒരാളും തന്നെ ഇത് മറന്നു പോരുത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് എത്രയും പെട്ടെന്ന് തന്നെ, നാളെങ്കിൽ നാളെ, മറ്റന്നാളെങ്കിൽ മറ്റന്നാൾ ഇത് പ്രാവർത്തികമാക്കണം. കുറഞ്ഞ പക്ഷം നിങ്ങളൊരു 5 സുഹൃത്തുക്കൾക്കെങ്കിലും ഇത് നിങ്ങൾ അയച്ചു കൊടുക്കാൻ ശ്രമിക്കണം. കാര്യം അവരുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം ഇതുമൂലം വന്നുകൂടും. ചിലപ്പോൾ ചിലർക്ക് ഇപ്പോഴും ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ തള്ളിക്കളഞ്ഞു എന്ന് വന്നേക്കാം, ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല എന്നുള്ളത്. പക്ഷേ ഒരു പ്രതിസന്ധിയുടെ മുനയിൽ നിൽക്കുമ്പോൾ, ഒരു പാതിരാവ് കഴിഞ്ഞ് ഒരു പുലർച്ചയിലേക്ക് വരുമ്പോൾ അവരാദ്യമായിട്ട് ഈ വീഡിയോ ഒന്ന് കേൾക്കും. ഇവർ പതിയെ ഒന്ന് അനുസരിച്ച് തുടങ്ങും. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയും ചെയ്യും. അതാണ് വേണ്ടത്. ജീവിതം എപ്പോഴും നമ്മളെ പല പാഠങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവിടെ നിന്നെല്ലാം കരകയറാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹർഷിമാർ കണ്ടെത്തിയ മാർഗങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജധാരയുണ്ട്. അതിനെ പരമാവധി ആസ്വദിക്കുക, ആവോളം മുതലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.